ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കർക്കിടക കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കഞ്ഞിയുടെ റെസിപ്പിയാണ് ഇത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. കഞ്ഞി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നവരയരിയാണ്. ഞാനിവിടെ അരക്കപ്പ് അളവിലാണ് നവരയരി എടുത്തിട്ടുള്ളത്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു അരി കൂടിയാണ് കേട്ടോ ഇത്. ഇത് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ പകരമായിട്ട് തവിടോട് കൂടിയിട്ടുള്ള വേറെ ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ബ്രൗൺ റൈസോ പായസം റൈസോ അതെന്താണെന്ന് വെച്ചാൽ എടുക്കാവുന്നതാണ്. പിന്നീട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറുപയറാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലാണ് ചെറുപയർ എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് വൻപയറാണ്. അതും 2 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുതിരയാണ്. മുതിരയും 2 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് റാഗിയാണ്. ആ റാഗി ഞാനിവിടെ 1/4 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ തന്നെ ഉഴുന്നുപരിപ്പും കൂടിയാണ്. ഞാനിവിടെ തോടോട് കൂടിയിട്ടുള്ള ഉഴുന്നുപരിപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ കഴുകിയിട്ടെടുക്കാം. റാഗിയിലൊക്കെ ഒരുപാട് അഴുക്കൊക്കെ കാണും, അപ്പം നന്നായിട്ട് തന്നെ കഴുകിയിട്ടെടുക്കണം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് കഴുകി എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചധികം വെള്ളവും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിവിടെ ഒരു 3 മണിക്കൂർ മാത്രമാണ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. രാവിലെയാണ് കഞ്ഞി തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ രാത്രി തന്നെ ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാൻ പിന്നീട് ഒരു പാത്രത്തിൽ കുറച്ച് ഉലുവയും കൂടി എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണോളം ഉലുവ എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അതും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ അതൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് വേവിച്ചിട്ടെടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ ധാന്യങ്ങൾ അങ്ങ് ഇട്ട് കൊടുക്കാം. വെള്ളം മാറ്റിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് നമുക്കിതിലേക്ക് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. അത് വെള്ളം ഉൾപ്പെടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കറുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യമായിട്ടുള്ള വെള്ളമാണ്. എനിക്ക് കുറച്ച് ലൂസായിട്ടുള്ള കഞ്ഞിയാണ് ഇഷ്ടം, അതുകൊണ്ട് കുറച്ചധികം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള കഞ്ഞിയൊക്കെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. പിന്നീട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അത് ഞാൻ ഫ്ലെയിം ഓണാക്കി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ 2 വിസിലാണ് അടുപ്പിക്കുന്നത്. അതിനുശേഷം പ്രഷർ കംപ്ലീറ്റ് പോയിട്ടാണ് തുറന്ന് നോക്കുന്നത്. നമ്മൾ എടുക്കുന്ന കുക്കറിൻ്റെയും ഫ്ലെയിമിൻ്റെയും സോക്ക് ചെയ്യാൻ എടുക്കുന്ന സമയത്തിൻ്റെ അനുസരിച്ചിട്ട് ഈ ഒരു വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരാം. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അരിയാണെങ്കിലും പയറാണെങ്കിലും ഒക്കെ ഇവിടെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് തിളപ്പിച്ചിട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാവും. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ലൂസായിട്ടിരിക്കുന്നെങ്കിലും ഇത് ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു കഞ്ഞി ഒന്ന് തയ്യാറാക്കി നോക്കണേ. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതിയല്ലോ. അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചിട്ടുള്ള എല്ലാ ചേരുവകളും ഇല്ലാന്നുണ്ടെങ്കിലും ഉള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുക. ഉലുവ ഇടാതിരിക്കരുത്, ഉലുവ മെയിനായിട്ടും ചേർക്കേണ്ട കാര്യമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കഞ്ഞിയാണ് കേട്ടോ. ഉലുവയൊക്കെ ചേർത്തെന്നും പറഞ്ഞ് കയ്പൊന്നും നമുക്കറിയത്തേ ഇല്ല. അപ്പോൾ കർക്കിടക മാസമൊക്കെ ഇങ്ങ് വന്നെത്താറായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ. നമ്മുടെ ചാനലിൽ കർക്കിടകം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ. മധുരക്കഞ്ഞിയുണ്ട്, എള്ള് ലേഹ്യമുണ്ട്, അങ്ങനെ ഒരുപാട് റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കയറി ഒന്ന് കണ്ടു നോക്കണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.